हम सब साथी रशिया घूमने के लिए आए थे नवे साल पर, और हमें यहाँ पर एक एजेंट मिला। उसने हमें यहाँ पर घुमाया फिराया रशिया में, और वो बाद में हमें बोला कि मैं आप सबको बेलारूस के लिए ले चलता हूँ, वहाँ पर आप सबको घुमा फिरा के लाता हूँ। ദുബായിൽ പാക്കിംഗ് കമ്പനിയിൽ 30,000 രൂപയ്ക്ക് പ്രതിമാസ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന തെലങ്കാന സ്വദേശിയായ സൂഫിയാൻ റഷ്യയിലെ തൊഴിലവസരത്തിൽ ആകൃഷ്ടനാകുന്നു. റഷ്യൻ സർക്കാർ ഓഫീസിൽ ഹെൽപ്പറായിട്ട് ജോലി, മാസം 1 ലക്ഷം രൂപ ശമ്പളം. ഒരു ചെറുപ്പക്കാരന് ജീവിതം മെച്ചപ്പെടുത്താൻ ഇതിൽ കൂടുതൽ എന്തു വേണം? നിറയെ സ്വപ്നങ്ങളുമായി റഷ്യയിലേക്കെത്തിയ യുവാവിന് പിന്നെ സ്വന്തം ജീവൻ പണയം വെച്ച് റഷ്യയ്ക്കായി പോരാടേണ്ട സൈനികനായി മാറേണ്ടി വന്നു. ഇത് ഒരു ചെറുപ്പക്കാരൻ്റെ മാത്രം അവസ്ഥയല്ല. ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ നിരവധി യുവാക്കളാണ് മികച്ച തൊഴിലവസരങ്ങൾ തേടി റഷ്യയിലേക്കെത്തി കുടുങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ വിദേശ ജോലി വാഗ്ദാനങ്ങളിൽ വീണുപോകുന്ന യുവാക്കളുടെ അവസ്ഥ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയിലേക്ക് കൂടിയാണ്. അറിയാത്ത ഭാഷകളിൽ കുറേ പേപ്പർ ഒപ്പിട്ട് മേടിക്കുന്നു, എന്നിട്ട് സൈന്യത്തിൽ നിർബന്ധിച്ച് ചേർക്കുന്നു, യുദ്ധമുഖത്തേക്ക് തള്ളിവിടുന്നു. ഇതാണ് ഇപ്പോൾ തൊഴിൽ തേടിയെത്തുന്ന ഇന്ത്യൻ യുവാക്കൾക്ക് റഷ്യയിൽ സംഭവിക്കുന്നത്. സൈനിക വേഷത്തിൽ യുദ്ധമുഖത്ത് നിന്ന് സഹായത്തിനായി കേഴുന്ന യുവാക്കളുടെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യൻ യുവാക്കൾ റഷ്യ ഉക്രൈൻ യുദ്ധമുഖത്തേക്ക് എത്തുന്നത്? എന്തുകൊണ്ടാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ലഭിക്കാതെ പോകുന്നു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ ഉയരുന്നത്. റഷ്യയിൽ നിരവധി ഇന്ത്യൻ യുവാക്കളാണ് റഷ്യ യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെയെല്ലാം റഷ്യയുടെ സൈനികരായാണ് മാറ്റിയിരിക്കുന്നത്. പഞ്ചാബ്, കാശ്മീർ, ഗുജറാത്ത്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലുള്ള നിരവധി യുവാക്കളാണ് തൊഴിൽ തട്ടിപ്പിനും മറ്റും ഇരയായി ഉക്രൈനെതിരെ യുദ്ധമുഖത്ത് റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നത്. ഹൈടെക് തട്ടിപ്പിന്റെ ഇരകളാണെന്നും തങ്ങളെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ചില യുവാക്കളുടെ വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇതിനിടെ തൊഴിൽ വാഗ്ദാനത്തിൽ വീണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വന്ന ഹൈദരാബാദ് സ്വദേശി കൊല്ലപ്പെടുകയും കൂടി ചെയ്തിരിക്കുകയാണ്. 30 വയസ്സുള്ള മുഹമ്മദ് അഫ്സാനാണ് യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടത്. സെക്യൂരിറ്റി ഹെൽപ്പർ ജോലിക്കായി റഷ്യയിലെത്തിയ അഫ്സാനെ പിന്നീട് നിർബന്ധിച്ച് റഷ്യൻ സൈന്യത്തിൽ ചേർക്കുകയായിരുന്നു. ഇങ്ങനെ തൊഴിൽ തട്ടിപ്പിനിരയായവർ മിക്കവരും യൂട്യൂബ് ചാനലിലെ തൊഴിലവസരങ്ങൾ കണ്ട് റഷ്യയിലേക്ക് എത്തിയവരാണ്. സെക്യൂരിറ്റി ഗാർഡുകളായി ജോലിയും ലാഭകരമായ ശമ്പളവും വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ചാണ് യുവാക്കളെ ജോലി വാഗ്ദാനത്തിൽ വീഴ്ത്തി സൈന്യത്തിൽ ചേർക്കുന്നത്. റഷ്യ ഉക്രൈൻ അതിർത്തിയിലെ ഒരു യുദ്ധമേഖലയിലാണ് ജോലി വാഗ്ദാനത്തിൽ വീണ ഇന്ത്യൻ യുവാക്കളെ നിയോഗിക്കുന്നത്. ബാബ വ്ളോഗ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഫൈസൽ ഖാൻ എന്നയാളാണ് ഇത്തരത്തിൽ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി യുവാക്കളെ റഷ്യയിലേക്ക് എത്തിക്കുന്നത്. ദുബായിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിയും ഫൈസൽ ഖാൻ യുവാക്കളെ സ്വാധീനിച്ച് റഷ്യയിലേക്ക് അയക്കുന്നുണ്ട്. ഇങ്ങനെ എത്തുന്ന യുവാക്കൾക്ക് 15 ദിവസത്തെ സൈനിക പരിശീലനം നൽകിയ ശേഷമാണ് യുദ്ധമുഖത്തേക്ക് വിന്യസിക്കുന്നത്. യുദ്ധത്തിൽ കാലിന് വെടിയേറ്റ ജമ്മു കശ്മീർ സ്വദേശി ബന്ധുക്കളുമായി ബന്ധപ്പെട്ടതോടെയാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. പുൽവാമ ജില്ലയിലെ പോഷ്വാൻ സ്വദേശിയായ 31-കാരൻ ആസാദ് യൂസഫ് കുമാറാണ് കുടുംബവുമായി ബന്ധപ്പെട്ടത്. റഷ്യയിലെ ജോലി വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയവർ പിന്നീട് റഷ്യൻ സൈനിക വേഷത്തിൽ സഹായം അഭ്യർത്ഥിച്ചുള്ള വീഡിയോയിലാണ് കാണപ്പെടുന്നത്. നിരവധി ഇന്ത്യൻ യുവാക്കളെയാണ് സമ്മതമില്ലാതെ റഷ്യയിൽ സ്വകാര്യ സേനയുടെ ഭാഗമാക്കിയിരിക്കുന്നത്. റഷ്യൻ ഭാഷയിലുള്ള കരാറിൽ ഇവരെ കൊണ്ട് ഒപ്പിടിവിച്ചാണ് സമ്മതം വാങ്ങിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പഞ്ചാബിൽ നിന്ന് റഷ്യയിലേക്ക് ടൂറിസ്റ്റ് വിസയിലെത്തിയവരെയും സൈന്യത്തിൽ ചേർത്തെന്നാണ് റിപ്പോർട്ട് വരുന്നത്. 7 അംഗ സംഘത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുള്ള വീഡിയോയും പുറത്തു വന്നിരുന്നു. സംഘത്തിലെ ഗഗൻദീപ് സിംഗ് എന്നയാളാണ് അവസ്ഥ വിവരിക്കുന്നതും വീഡിയോയിലൂടെ സഹായം തേടുന്നതും. ഡിസംബർ 27-ന് പുതുവർഷം ആഘോഷിക്കാനായാണ് സംഘം റഷ്യയിലേക്ക് പോയത്. 90 ദിവസത്തെ ടൂറിസ്റ്റ് വിസയിലാണ് ഇവർ റഷ്യയിലേക്ക് എത്തിയത്. എന്നാൽ അയൽ രാജ്യമായ ബെലാറൂസിലേക്കാണ് ഇവരാദ്യം എത്തുന്നത്. ഇവിടേക്ക് വിസ വേണമെന്നറിയാത്തതിനെ തുടർന്ന് ഏജന്റ് ഉപേക്ഷിച്ചു. പോലീസ് പിടികൂടി ഇവരെ റഷ്യൻ അധികൃതർക്ക് കൈമാറി. ചില രേഖകളിൽ ഒപ്പിടുവിക്കുകയും ചെയ്തു. റഷ്യൻ ഭാഷയിലായിരുന്നതിനാൽ ഏത് രേഖകളിലാണ് ഒപ്പിടുവിച്ചതെന്നത് വ്യക്തമായില്ലെന്ന് പരാതി നൽകിയ ഗഗൻദീപിന്റെ സഹോദരൻ അമൃത് സിംഗ് പറയുന്നു. 10 വർഷത്തേക്ക് തടവ് ശിക്ഷയോ റഷ്യൻ സൈന്യത്തിൽ ചേരുകയോ വേണമെന്നാണ് ഒപ്പിടുന്നതിന് മുമ്പ് പറഞ്ഞതെന്ന് ഇവർ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. 15 ദിവസം സൈനിക പരിശീലനം നൽകിയ ശേഷമാണ് ഇവരെ യുദ്ധഭൂമിയിലേക്ക് അയച്ചത്. അതേസമയം റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ യുവാക്കളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ന്യൂഡൽഹിയിലും മോസ്കോയിലുമുള്ള വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ റഷ്യൻ സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികളിലൂടെ ഇത്തരം സാഹചര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ യുവാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ നിർദ്ദേശം നൽകി.